കേരള ഗവൺമെൻറ്റിൻ്റെ സ്കൂൾ സിലബസ് അടുത്ത വർഷം 25% കുറയ്ക്കും. ഉള്ളടക്കം മാറ്റാതെ ഭാരം മാത്രമാണ് കുറയ്ക്കുക. സംസ്ഥാനത്തെ സ്കൂൾ പാഠഭാഗങ്ങൾ അടുത്ത അധ്യയന വർഷം പുനഃക്രമീകരിക്കും. സിലബസിൻ്റെ വ്യാപ്തിയിൽ 25% കുറവ് വരുത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി അറിയിച്ചിട്ടുള്ളത്. കുട്ടികൾ തൊഴിലിലേറ്റുന്ന പാഠപുസ്തകങ്ങളുടെ അമിതഭാരം സംബന്ധിച്ച പരാതികൾ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പരിഷ്കാരം. ഉള്ളടക്കം മാറാതെ ഭാരം മാത്രം കുറയും. സിലബസിൽ കുറവ് വരുത്തുമെങ്കിലും പാഠഭാഗങ്ങളുടെ ഗുണനിലവാരത്തെയോ ആശയങ്ങളെയോ ഒന്നും തന്നെ ഇത് ബാധിക്കില്ല. ആവർത്തനങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യുക. ഉപവിഷയങ്ങൾ ശാസ്ത്രീയമായി സംയോജിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പാഠപുസ്തകങ്ങളെ പല പാഠഭാഗങ്ങളായിട്ട് ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികളുടെ പ്രായത്തിനും മാനസിക നിലവാരത്തിനും അനുസൃതമായി പുനഃക്രമീകരിക്കും. പാഠപുസ്തകങ്ങൾ ഭാഗങ്ങളായി തിരിക്കുന്നതിനൊപ്പം സിലബസിലെ കുറവ് കൂടി വരുന്നതോടെ ബാഗിൻ്റെ ഭാരം ഗണ്യമായി കുറയ്ക്കാനാകും. ഓരോ വിഷയവും ആഴത്തിൽ പഠിപ്പിക്കാനും കുട്ടികൾക്ക് സംശയ നിവാരണത്തിന് കൂടുതൽ സമയം നൽകാനും അധ്യാപകർക്ക് സാധിക്കും. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങളുടെ 1-ാം ഭാഗം ഇപ്പോൾ അച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ പ്രത്യേക സർക്കുലർ വഴി പഠിപ്പിക്കേണ്ടാത്ത പാഠഭാഗങ്ങളിൽ കുറവ് വരുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിവരങ്ങൾ കുത്തിനിറക്കില്ല. കുട്ടികളുടെ സർഗാത്മകതയ്ക്കും നൈപുണ്യ വികസനത്തിനും മുൻഗണന നൽകും. വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളും. കുട്ടികളുടെ ശാരീരിക ക്ഷമതയും മാനസികാരോഗ്യവും ഉറപ്പാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ അധ്യയന വർഷത്തിൽ സിലബസ് കുറച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞിട്ടുള്ളത്.